ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ജനങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വോട്ട് ചെയ്യുമ്പോൾ നോക്കി ചെയ്യാൻ പറ്റൂ. അങ്ങനെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്തയെക്കുറിച്ചാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. മറുനാടൻ മലയാളിയിലാണ് ഞാൻ ഈ വാർത്ത കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 100% സത്യമാണെന്ന് തന്നെ മനസ്സിലായി. 2020യുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അതേക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ പാർട്ടിക്ക് പക്ഷം പിടിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയോടുള്ള വിരോധം കൊണ്ടാണോ പറയുന്നത് എന്നൊക്കെ ഈ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ തലച്ചോറിനെ ഒന്ന് കുലുക്കി നോക്കുക. ശരിക്കും വസ്തുതകൾ വിലയിരുത്തുന്നതിന് നിങ്ങളുടെ പാർട്ടി സ്നേഹം നിങ്ങൾക്കൊരു തടസ്സമാകുന്നുണ്ടോ? അതിലുപരി നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന ബോധ്യം വ്യക്തിപരമായി നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ നിങ്ങൾ മുമ്പോട്ട് കണ്ടാൽ മതി. നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയം പറയുന്നതിന് മുമ്പായി സംഭാവനയുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് പേയ്മെന്റ് തന്നുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം നിലച്ചു പോകുന്ന രീതിയിൽ കുറെ പേര് റിപ്പോർട്ട് അടിച്ചു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. ആരാണെന്നും നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ റിപ്പോർട്ട് അടിച്ചതുകൊണ്ട് നമുക്ക് വരുമാനമില്ല. അങ്ങനെ വരുമാനമില്ലാത്ത അവസ്ഥയിൽ കുറെ ഹെൽത്ത് ഇഷ്യൂസും കൂടെയൊക്കെ വന്നപ്പോഴത്തേക്ക് ചാനൽ നിർത്തി പോകണം എന്ന അവസ്ഥ വന്നപ്പോഴാണ് നിങ്ങളോട് സഹായം ചോദിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വളരെ കുറഞ്ഞ തുകകളായിട്ടാണെങ്കിലും എന്നെ സഹായിക്കുന്നുണ്ട്. അത് തന്നെ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള സഹായം തന്നെ എനിക്ക് മതി. ഇപ്പൊ സഹായിക്കുന്ന പോലെ എന്നെ സഹായിച്ചാൽ മതി. കുറച്ച് നാളത്തേക്ക് ഇതിന്റെ ആവശ്യം വരുള്ളൂ. അതിനുള്ളിൽ പഴയ രീതിയിലേക്ക് നിങ്ങളുടെ തന്നെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ കൊണ്ട് ഈ നമ്മുടെ ചാനൽ എത്തും. മോണിറ്റൈസേഷൻ റീസ്റ്റോർ ചെയ്ത് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അപ്പൊ അതുവരെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 2020 എന്ന പാർട്ടിയെ കുറിച്ചാണ്. ആദ്യമേ തന്നെ ഈ പാർട്ടിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളെ പറ്റി എനിക്ക് പറയാനുണ്ട്. കിഴക്കമ്പലം എന്ന സ്ഥലത്ത് ഭരിക്കുന്നത് 2020 ആണ്. ഞാൻ നേരിട്ട് ചെന്ന് കണ്ടിട്ടുള്ള എന്റെ ചില അനുഭവങ്ങളുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ആദ്യം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഒരു വീട്ടിൽ വെള്ളമില്ല, ഒരു ഏരിയയിൽ വെള്ളമില്ല എന്ന് വിളിച്ച് പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞാൽ കുടിവെള്ളം ടാങ്കറിലാക്കി സൗജന്യമായിട്ട് അവരുടെ വീട്ടിലെത്തിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. അത് എത്ര മേളിലാണ്, നമുക്കറിയാം കിഴക്കമ്പലം എന്ന് പറഞ്ഞാൽ കുറച്ച് മല ഏരിയ പോലെയാണ്. എത്ര മേളിലാണെങ്കിലും അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം നിറച്ചു കൊടുക്കുന്ന ഒരു സം എപ്പോഴും അല്ല ഇതട്ടോ. അവിടുത്തെ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ വാർഡ് മെമ്പർമാര്, എന്ത് കാര്യത്തിന് നിങ്ങൾ അവരെ വിളിക്കാറുണ്ട്. ഇത് എല്ലാവരുടെയും കയ്യിൽ വാർഡ് മെമ്പർമാരുടെ നമ്പർ സ്റ്റോക്കാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരങ്ങോട്ടാണ് വിളിക്കുന്നത്. എത്ര ഫ്രീഡത്തോടുകൂടി ഈ വാർഡ് മെമ്പർമാർ ഇത്ര കാര്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് ഇവരുടെ മേന്മ എന്നറിയാൻ വേണ്ടിയിട്ട് അവരുടെ പഞ്ചായത്തിൽ പോയി നോക്കി. അവരുടെ പഞ്ചായത്ത് ഓഫീസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇതൊരു ഗവൺമെന്റിന്റെ ഒരു പഞ്ചായത്താണോ എന്ന് നമുക്ക് തോന്നിപ്പോ, ഒരു ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണോ എന്ന്. അതിന് തോന്നാനായിട്ട് ആദ്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ്നെസ്. ഒരു പൊടി ഇല്ലാത്ത, ആളുകൾ ചവിട്ടി കയറിയ മണ്ണും അഴുക്കും ഇല്ലാത്ത, ചുരുട്ടിക്കുട്ടിയ പേപ്പർ ഇല്ലാത്ത, മാറാലകളും എന്താ പറയാ മുറുക്കിത്തുപ്പി, ഇതൊന്നും ഇല്ലാത്ത ഒരു ഗവൺമെന്റ് ഓഫീസ് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ അടുത്ത് എവിടെയെങ്കിലും? അത് കാണണമെന്നുണ്ടെങ്കിൽ 2020ലേക്ക് പോയാൽ മതി. അത്ര നീറ്റാണ്. ഇങ്ങനെ തുടച്ച ഒരു പൊടി നിങ്ങൾക്ക് കിട്ടില്ല. അതിനകത്ത് ഏറ്റവും എനിക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നിയത് അവിടെ പൊതുജനങ്ങൾക്കടക്കം ഉപയോഗിക്കാനായിട്ട് ഒരു ബാത്റൂം ഉണ്ടായിരുന്നു. അതുപോലെ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ട് ഫ്രീ ആയിട്ട്. അപ്പൊ ആ പഞ്ചായത്ത് ഓഫീസിൽ എന്തെങ്കിലും കാര്യത്തിന് വരുന്നവർക്ക് ലഞ്ച് വാങ്ങിച്ച് കഴിക്കാം അവിടെ നിന്ന്. അതുകൂടാതെ ചായ ഉണ്ട്, അതുപോലെ എന്താ പറയാ വട, ഇതുപോലത്തെ സംഗതികളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ എല്ലാവർക്കും അവിടെ വരുന്നവർക്ക് ഉപയോഗിക്കാം. അത് പഞ്ചായത്തിലുള്ളവരായിക്കോട്ടെ, അല്ലാതെ ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കാണാൻ വേണ്ടിയൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിക്കാം. ഇതൊരു ഗവൺമെന്റിന്റെ ഒരു സംഗതിയാണോ നമ്മൾ ഞെട്ടിപ്പോവും. വേറൊരു സംഗതിയായിരുന്നു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്. നമുക്ക് ഇവിടെ പുറത്തുനിന്ന് മേടിക്കുന്ന എല്ലാ സാധനത്തിന്റെയും പകുതി വില അത് അവിടെ ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. കിഴക്കമ്പലം പഞ്ചായത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് മാത്രം അവിടെ ഒരു കാർഡ് ഉണ്ട്. ആ കാർഡ് കൊടുത്താൽ ഒരു ഫാമിലിക്ക് ഒരു മന്തിൽ ഒരു തവണ വാങ്ങാൻ പറ്റും. എത്ര രൂപയ്ക്ക് വേണമെങ്കിലും സാധനം വാങ്ങാം. പക്ഷെ നമ്മളിപ്പോ പുറത്ത് പോയിട്ട് 5000 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം അവിടെ 2500 രൂപയാകുള്ളൂ. എത്ര നമ്മൾ വിചാരിച്ചപ്പോ എന്താ മാർജിൻ ഫ്രീ ഒക്കെ പോലെ സർക്കാരിന് എന്തെങ്കിലും തട്ടിക്കൂട്ടൊന്നും അല്ല. വലിയ, അതായത് അവിടെ ഇല്ലാത്ത ഒന്നുമില്ല. ഇറച്ചി മീനും വരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾക്ക് സ്വപ്നം കാണുന്ന കിനാശ്ശേരി സത്യം പറഞ്ഞ ഇതല്ലേ. നമുക്ക് ഒരു MLA-ക്കും MP-ക്കും മെമ്പറിനും ഒക്കെ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് നമ്മൾ ടാക്സ് തരാം, നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മൾ റോഡ് ഉണ്ടാക്കിക്കോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോ, എന്ത് കാര്യം നിങ്ങൾ ചെയ്തതാന്നല്ലേ പറയുന്നത്. അവിടുത്തെ റോഡുകൾ കാണണം, സ്കൂളുകൾ കാണണം. ഒരുപാട് പേര് അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. വേറെ സ്ഥലങ്ങളിലൊക്കെ നിന്ന് വന്നിട്ട് വാടകയും കൂടുതല, കാരണം ഫെസിലിറ്റീസ് ഉണ്ടല്ലോ. അത്രയും നല്ലൊരു പഞ്ചായത്ത് അവിടെ ഉണ്ടല്ലോ. അത്ര അടിപൊളിയായിട്ട് 2020 കൊണ്ടുപോകുന്ന ഒരു സ്ഥലം. അപ്പൊ ആ പാർട്ടിയുടെ മേന്മ ഇല്ലാന്ന് നിങ്ങൾക്ക് കണ്ണടച്ച് കളയാൻ പറ്റില്ല. 2020 എവിടൊക്കെ ഭരിക്കുന്നുണ്ടോ അവിടെ ഒക്കെയും അവര് നികുതി പണത്തിൽ നിന്നാണ് ഇത് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. CSR ഫണ്ട് എന്നാണ് ഈ മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ബാക്കിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പഞ്ചായത്തിന്റെ മുഴുവൻ പ്രവർത്തനം. അവിടുത്തെ റോഡ് ഒക്കെ പണിതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അവരുടെ മിച്ചമുണ്ട്. അപ്പൊ വേറെ ആൾക്കാർക്കും ഇത് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ, ഇല്ലേ? ഉറപ്പായിട്ടും എല്ലാവർക്കും ചെയ്യാം. അപ്പൊ ഈ പറയുന്ന നികുതി തികയുന്നില്ല എന്നല്ലോ, കട്ടിട്ട് തികയാത്തതാണെന്നല്ലേ. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ബസ് സ്റ്റാൻഡ് കൊണ്ടുവരുവാണ് പുതുതായിട്ട് കിഴക്കമ്പലത്ത്. ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ആധുനിക നിലവാരത്തിലുള്ള ബസ് സ്റ്റാൻഡ്, ഫുൾ AC ഉള്ള, ഫുഡ് ഫ്രീ ആയിട്ട് 3 നേരം കൊടുക്കുന്ന റെസ്റ്റോറന്റ് ഉള്ള, 5 സ്റ്റാർ ലെവല് ബാത്റൂമുകളുള്ള, ഈവൻ ഫ്രീ ജിംനേഷ്യം വരെയുള്ള ഒരു വലിയ ബസ് സ്റ്റാൻഡ്. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഇവിടെ ഈ വികസനത്തിന്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമ്മായപ്പനും മരുമോനും നടക്കുന്നുണ്ടല്ലോ.
ഒരെണ്ണം കാണിച്ചു തരാമോ ഇതുപോലെ? എന്ത് ഉദ്ഘാടനം നടത്തിയാലും 2 മാസം കഴിയുമ്പോൾ കഥാ പോവാ തവിടുപൊടി, അതിന്റെ പരിപാടി അതോടുകൂടി കഴിഞ്ഞു. ഇവിടെ ഇങ്ങനെ ഒരു, എനിക്ക് അത്ഭുതമായിപ്പോയി ഇങ്ങനൊരു സംഭവം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതല്ലേ നമ്മൾ നാട്ടുകാരെ കാണിക്കേണ്ടത്? വോട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് ചെയ്യ് എന്ന് പറഞ്ഞിട്ടല്ലേ കാണിക്കേണ്ടത്? അത് പൂട്ടിക്കാൻ പോവാ. അത് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഈ അവിടുത്തെ MLA ശ്രീനിജന്റെ നേതൃത്വത്തിൽ ഒരു മോബ് ലിഞ്ചിങ് തന്നെ നടന്നു എന്നുള്ളതാ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആൾക്കൂട്ട ആക്രമണം. സംഭവം എന്താ? ഈ സംഭവം 1 മാസം കഴിഞ്ഞാൽ തുറക്കും. സാബു ജേക്കബ് ഇതിന്റെ എല്ലാ പരിപാടികളും കംപ്ലീറ്റ് ആക്കി 1 മാസം കൂടി കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് ഓപ്പൺ ആവുകയാണ്, ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക. പ്രത്യേകം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഫ്രീ ഫുഡ് കൊടുക്കുന്ന സ്ഥലത്ത് 50 പേർക്ക് അറ്റ് എ ടൈം ഇരുന്ന് ഫുഡ് കഴിക്കാം. ഫുൾ ഈസി ആണെന്ന് ആലോചിക്കണം. ഇരുന്ന് ഫുഡ് കഴിക്കാം. ഇത് കിഴക്കമ്പലക്കാർക്ക് മാത്രമല്ല, ബസ് സ്റ്റാൻഡിലൂടെ വരുന്നവർക്കും പോകുന്നവർക്കും ആയിട്ടുള്ള എല്ലാവർക്കും കഴിക്കാം. ഫ്രീ ഫുഡ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആർക്കും അവിടെ പോയിട്ട് ആ ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഇവൻ അവിടെയുള്ള എല്ലാവർക്കും ജിംനേഷ്യം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ജിംനേഷ്യം ഒക്കെ ഇന്ന് ആവശ്യമുള്ള സംഗതിയാണോ എന്ന് പറഞ്ഞാൽ വളരെയധികം ആവശ്യമുള്ള സംഗതിയാണ്. നമ്മളൊക്കെ പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ പണിയും നമ്മളെ ബോഡിയിലെ എല്ലാ ജോയിന്റും എല്ലാ മസിലും വർക്ക് ചെയ്യിപ്പിക്കുന്ന സംഗതികളല്ല. ഏതെങ്കിലും പെർട്ടിക്കുലർ ഒരു സ്ഥലമായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തലയായിരിക്കും വർക്ക് ചെയ്യുന്നത്, ബാക്കി ബോഡി പാർട്ട് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെയും വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ആ രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും നമ്മുടെ ബോഡി ടൈപ്പും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജിംനേഷ്യം അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഇവിടെ ഒരു മിനിമം ലെവൽ ഓഫ് നിങ്ങൾക്ക് ഒരു സാധനങ്ങൾ കിട്ടണം. എറണാകുളത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 രൂപ നിങ്ങൾ ബേസ് കൊടുക്കണം ഒരു മാസം. ജിമ്മ് നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 1 മാസത്തേക്ക് നിങ്ങൾ ഇത്രയാണ് കൊടുക്കേണ്ടത്. അത് ആദ്യം കയറുമ്പോൾ 3-4 മാസം ഒരുമിച്ച് കൊടുക്കണം. കാരണം ഈ കൊടുത്തിട്ട് വരാതെ പച്ചൊക്കെ പോണത് കൊണ്ട് 5000 രൂപ 6000 രൂപയൊക്കെ കൊടുത്താലാണ് ഒരു അഡ്മിഷൻ കിട്ടുക. ഇത് ഫ്രീ ആയിട്ട് എല്ലാ എക്യുപ്മെന്റും ആയിട്ടാണ് കിഴക്കമ്പലത്ത് ഇത് അദ്ദേഹം കൊടുക്കുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ ഇതൊക്കെ ഭയങ്കരമായിട്ട് കേട്ടിട്ട് അങ്ങ് പൊളിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ കൊണ്ടങ്ങ് പൊളിഞ്ഞിട്ടല്ലേ ഈ ഒരു സംഗതി മുടക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. MLA ശ്രീനിജന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അവിടുത്തെ പണി നടക്കുന്നതിന്റെ ഇടയ്ക്ക് വെച്ചിരിക്കുന്ന ബാരിക്കേഡുകളെല്ലാം അടിച്ച് പൊളിച്ച് കളഞ്ഞ് ഇവരൊരു താൽക്കാലികമായിട്ട് ഇവരൊരു ഓലഷെഡ് കിട്ടുമല്ലോ. ഇവർക്ക് ഭയങ്കര എടുക്കുക. ഒറ്റ രാത്രി കൊണ്ട് ഓലഷെഡ് കെട്ടി തൊഴിലാളിന്റെ പ്രസ്ഥാനമാക്കി കളയുന്നത്. അങ്ങനെ ഒരു സാധനം കെട്ടി വെച്ചു. 2 പ്രൈവറ്റ് ബസ്സും കൊണ്ടുവന്ന് ഓടിച്ചു. തുറന്നു, ഞങ്ങളിവിടെ ഓടുവാണ്, പ്രൈവറ്റ് സ്റ്റാൻഡ് തുറന്നു, ഞങ്ങൾ ഓടുവാണെന്നുള്ള രീതിക്ക്. ഇവരുടെ മുഖമുദ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. വെളിപ്പെട്ട് കാണുന്ന ഒരു സംഗതിയാണ് ഗുണ്ടായിസം. ഇവർക്ക് ഇതാണ് ചെയ്യാനറിയും. ചെടിച്ചട്ടി കൊണ്ട് തലതല്ലി പൊളിക്കുക, ഹെൽമെറ്റിന് തലതല്ലി പൊളിക്കുക. ഇവർക്ക് അടിക്കാനേ അറിയൂ. മൺവെട്ടി കൊണ്ട് അടിച്ചു കൊല്ലുക. ഇതാണ് ഇവർക്കറിയാം. കഴിഞ്ഞ ദിവസം ജയരാജൻ സഖാവ് പറഞ്ഞത്, ഞങ്ങൾക്ക് കാല് വെട്ടാനൊന്നും അറിയില്ല, ഞങ്ങള് വാത്സല്യത്തോടെ തലോടുന്ന വർത്തിയാന്ന്. വാത്സല്യം കൊണ്ട് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറെ പേരൊക്കെ മണ്ണിന്റെ അടിയിൽ വിടാം. TP-നെ ഒക്കെ തലോടിയതൊക്കെ നമുക്കറിയാലോ. പിന്നെ ശരത്ലാലിനെ, കൃപേഷിനെ, അങ്ങനെ പലരെയും തലോടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ തലോടലാണ് ഇവരുടെ മെയിൻ. അപ്പോ 2020 അമരക്കാരന് തിരിച്ച് അങ്ങനത്തെ ഒരു സാധനം കാണിക്കാൻ താല്പര്യമില്ല. അതല്ല വേണ്ടത്. ഇന്നത്തെ രാഷ്ട്രീയം അതല്ല വേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം കോടതി പോയി. കോടതി ചോദിച്ചത് ഇത് ബീഹാറാണോന്നാ. എവിടെ ചെന്ന് അവസാനിക്ക് ഈ മോബ് ലിഞ്ചിങ്? പോലീസ് എന്ത് നോക്കി നിൽക്കുവാന്ന് ചോദിച്ചാൽ, പോലീസ് ഇങ്ങനെ നിന്നാൽ ഈ പറയുന്ന ആൾക്കൂട്ടത്തിനെ ഈ രീതിയിൽ ഗുണ്ടായിസം കാണിച്ച് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാവുന്ന ഒരു സാധനം നശിപ്പിക്കുന്നതിന് കൂട്ടുനിന്നാൽ ജനാധിപത്യം എവിടെ പോകും? ആളുകൾ നിയമം കയ്യിലെടുത്താൽ ഈ രാജ്യത്തിന്റെ സമാധാനം, സുരക്ഷിതത്വം, ആളുകളുടെ സംരക്ഷണം ഇതൊക്കെ എവിടെ പോകും എന്നുള്ളത് ആണ് കോടതി ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് കോടതി 2020 അനുകൂലമായിട്ട് വിധി നൽകുകയും ചെയ്തു. നിങ്ങളൊന്ന് ആലോചിക്കണം. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പകുതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുന്നത്, അത് പൂട്ടിച്ചു. അത് ഈ MLA ടീം തന്നെയാ. അത് പൂട്ടിച്ചു. എന്തുകൊണ്ടാണ് പൂട്ടിച്ചത്? ജനങ്ങൾക്കൊരു നല്ല കാര്യമായി പോയില്ലേ? ജനങ്ങൾക്കൊരു നല്ല കാര്യം അത് വേറൊരു പാർട്ടിക്കാരൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? നമ്മൾ ഇത്ര നാളും കട്ടതും മോട്ടിച്ചതും നമുക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുവാന്നുള്ളത് നാട്ടുകാർ അറിഞ്ഞില്ലേ? ഇവിടെ 45,000 രൂപയ്ക്ക് പിള്ളേരെല്ലാരും കൂടി ചേർന്നൊരു വെയിറ്റിംഗ് ഷെഡ് പണിതു. ബസ് സ്റ്റാൻഡ് നല്ല ഇരിക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വെറും 47,000 ചില്ലാനം രൂപയെ ആയുള്ളൂ. ആ കുട്ടികൾ പിരിവിട്ടിട്ടാണ് അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. ഭയങ്കര വൈറലായിരുന്നു. ആ പോസ്റ്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. മര്യാദയ്ക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത മറ്റേ കമ്പി വെച്ചിട്ട് ഇങ്ങനെ പോകുന്ന രീതിയിൽ സീറ്റിംഗ് വെച്ചിട്ട് 4 തൂണ് വെച്ചിട്ട് ഒരു ഷെഡ് ഉണ്ടാവും. എത്ര ലക്ഷം എഴുതി വെച്ചിരിക്കണം? അപ്പൊ ഇതൊന്നുമല്ല സത്യം എന്നുള്ളത് വേറൊരാൾ പ്രവർത്തിച്ചു കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പോവും. അങ്ങനെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ രീതിയിൽ, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവര് അടിച്ചമർത്താൻ വേണ്ടി ബലം ഉപയോഗിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇന്നിന്റെ രീതി ഒരിക്കലും ബലം പ്രയോഗിച്ച് തിരിച്ചടിക്കുക എന്നുള്ളതല്ല. പക്ഷേ ഒരു സമയത്തിനപ്പുറം നമുക്ക് അതും ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു വ്യക്തിനെ വരെ മുടക്കാൻ നിൽക്കുന്ന ഒരു MLA, എനിക്കറിയാൻ പാടാത്തോണ്ട് ചോദിക്കുക, ഈ ശ്രീനിജനൊക്കെ നിങ്ങൾ എന്തിനാണ് ഇനിയും വോട്ട് കൊടുക്കുന്നത്? നിങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്ന് പറയുന്ന ആരോ കൊണ്ടുവന്ന ഒരു സാധനം അതുവരെ പൂട്ടിക്കാൻ അയാൾ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു ബസ് സ്റ്റാൻഡിന് അയാൾ അത് മുടക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു MLA ഇതാണ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത്, ഇതാണ് നിങ്ങൾ അർഹിക്കുന്നത്. എന്തോ മനുഷ്യനാണെന്ന് നമുക്ക് തോന്നിപ്പോയില്ലേ? നിങ്ങൾ എന്തിനാ വോട്ട് ചെയ്യുന്നത് ഇയാൾക്ക്? നിങ്ങളോടൊപ്പം നിൽക്കാത്ത ഒരു മനുഷ്യൻ ഗുണ്ടായിസം കൊണ്ടല്ല കാര്യങ്ങൾ നേരിടരുത്. ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, ഇവിടെ നീതിയുണ്ട്, നിയമമുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്, കോടതിയുണ്ട്, പോലീസുണ്ട്. അപ്പൊ ഇതൊന്നും യൂസ് ചെയ്യാത്ത, നിയമം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് നിയമസഭയിൽ ഇരിക്കുന്ന ആളാണ് MLA. യൂസ് ചെയ്യാൻ പോലും ബ്രെയിൻ ഇല്ലാത്ത ഒരു MLA-നെ അത് എങ്ങനെയാണ് അദ്ദേഹം ഒരു MLA ആയിരിക്കാൻ യോഗ്യനാവുന്നത്? തീർച്ചയായും നിങ്ങൾ ഇത്ര കാര്യം തിരിച്ചറിയാന്നുള്ളതാണ് പറയുന്നത്.
ഇനി അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങളെ മുന്നിൽ വരുമ്പോ നിങ്ങളെ മനസ്സിൽ വരേണ്ടത് ഇതാ, ഇവൻ ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പൂട്ടിച്ചവനാ, ഇവൻ ആ ബസ് സ്റ്റാൻഡ് ഇല്ലാണ്ടാക്കാൻ നോക്കിയവനാ, ജനങ്ങൾക്ക് എന്ത് നല്ലത് വന്നാലും അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി മാക്സിമം പണിയുന്ന ഒരു വ്യക്തിയാ. ഇത് മനസ്സിൽ വെച്ചാൽ നിങ്ങൾ ഇയാൾക്ക് വോട്ട് ചെയ്യും. അങ്ങനെയുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്. നിങ്ങൾ കണ്ണ് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജനങ്ങൾക്ക് ഒന്നും നല്ലത് ചെയ്യേമില്ല. എന്നാൽ ചെയ്യുന്ന ഒരാൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അവനെ അങ്ങ് താഴെ ഇറക്കാൻ വേണ്ടി മാക്സിമം പണിപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 20 MP ഇവിടുന്ന് തെരഞ്ഞെടുത്ത് വിട്ടല്ലോ. 19 പേര് എവിടെയാണെന്ന് ആർക്ക് പറഞ്ഞുകൂടാ. ഒരു MP കേരളത്തിൽ എന്ത് സംഭവിച്ചാലും മറുപടി പറയേണ്ടത് ഒരു MP, ഇടപെടേണ്ടത് ഒരു MP, ധനസഹായം നൽകേണ്ടത് ഒരു MP, എന്ത് കാര്യത്തിനും ഒരു MP. തൃശ്ശൂർ MP സുരേഷ് ഗോപി നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പരിഹസിച്ചുകൊണ്ട് ഇപ്പോ പരാതി കൊടുത്തിരിക്കുകയാണ് ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ. MP ഓഫീസിൽ MP ഇല്ല പോലും. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയും കൂടിയാണെന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല. തൃശ്ശൂർ കുത്തിയിരിക്കാനല്ല അദ്ദേഹത്തെ ജയിപ്പിച്ച് വിട്ടത്. എന്നാൽ തൃശ്ശൂരിന് കൂടി വേണ്ടത് അദ്ദേഹം വളരെ വ്യക്തമായി ചെയ്യുന്നുണ്ടെന്നും എല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്താ പറയുന്നത്, സുനിൽകുമാർ കഴിഞ്ഞ ദിവസം വന്നു വോട്ടിൽ കൃത്രിമത്രം കാണിച്ചിട്ടാ അദ്ദേഹം ജയിച്ചത്. അദ്ദേഹം ജയിച്ചു. അത് നിങ്ങൾക്ക് ആദ്യം ഡൈജസ്റ്റ് ആക്കുക, അത് നിങ്ങൾ ആദ്യം ദഹിപ്പിക്ക്. അദ്ദേഹം ജയിച്ചു, വർഷം 1 കഴിഞ്ഞു. അദ്ദേഹം ചെയ്യുന്നത് പോലെ ഒരാളും ഇന്ന് ചെയ്യുന്നില്ല. അത് നിങ്ങൾ എന്താ പറയാത്തെ? അദ്ദേഹം ജയിച്ചു കഴിഞ്ഞു. എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണ് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഒരു നല്ല MP അല്ല, അദ്ദേഹം ഒരു നല്ല ജനപ്രതിനിധി അല്ല എന്ന് സുനിൽകുമാറിന് പറയാൻ കഴിയുമോ? ഈ ആരോപണം ഉയർത്തുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? നിങ്ങളിൽ എത്ര പേര് ഞാൻ സുരേഷ് ഗോപിയുടെ നമ്പർ 10 പേര് എന്നോട് ചോദിക്കാറുണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു എന്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചോണ്ട്? എനിക്ക് ഒരു ദിവസം 7, 8, 9, 10 കോൾ വരുമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ സൈലന്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്റെ ഇല്ല 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 എന്ന് പറഞ്ഞിട്ട് അത്രയധികം കോളുകൾ എനിക്ക് വരുമായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം നല്ല MP അല്ല എന്ന ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണോ? അദ്ദേഹത്തിന് ജനപിന്തുണ ഇല്ലാഞ്ഞിട്ടാണോ 10 പേര് 20 പേര് അദ്ദേഹത്തിന്റെ നമ്പർ ഒന്ന് കിട്ടുമോ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നത്? ഒരു സഹായം അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നല്ലത് ചെയ്യുന്നവരെ താഴെ ഇറക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ പറയുന്നത്. ഇപ്പൊ വരുമെന്ന് പറഞ്ഞ പുതിയ ബസ് സ്റ്റാൻഡിന്റെ 3D മോഡലും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും എല്ലാം മറുനാടന്റെ ചാനലിലുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അത് കാണാൻ കഴിയും. ഒന്ന് കാണുക. ഈ നാട്ടില് ശരിക്കും ആർജവമുള്ള, പണം കക്കേണ്ട ആവശ്യമില്ലാത്ത വിവരമുള്ള നേതാക്കന്മാര് വന്നാൽ, പാർട്ടിയായിട്ട് രംഗത്തേക്ക് വന്നാൽ, അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വോട്ട് ചെയ്താൽ എന്ത് മാറ്റം നമ്മുടെ നാടിനുണ്ടാക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ കഴിയും. അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.